നിങ്ങളുടെ കൂടെയുള്ളവർ നിങ്ങളെ എപ്പോഴെങ്കിലും ചതിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ കൂടെയുള്ളവരിൽ ആരെയാണ് വിശ്വസിക്കേണ്ടതെന്നോർത്ത് കൺഫ്യൂഷൻ ആയിട്ടുണ്ടോ? എങ്കിൽ ഒരു രാജാവിനെ പോലും ചിന്തിപ്പിച്ചു കളഞ്ഞ ലോകത്തിലെ ഏറ്റവും വലിയൊരു സത്യത്തിന്റെ കഥ കേൾക്കൂ. കഥയുടെ പേര് നിഗൂഢമായ 3 പാവകൾ, ദ സ്റ്റോറി ഓഫ് 3 ഡോൾസ്. നമ്മുടെ കൂടെയുള്ളവർ ആരാണ് തിരിച്ചറിയാൻ ഈ കഥ നിങ്ങളെ സഹായിക്കും. പണ്ടൊരിടത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു. കലയെയും ബുദ്ധിയെയും ഒത്തിരി ബഹുമാനിക്കുന്ന ആളായിരുന്നു അദ്ദേഹം. ഒരു ദിവസം അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലേക്ക് അന്യദേശത്തിൽ നിന്നും ഒരു വ്യാപാരി വന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരേപോലെ ഇരിക്കുന്ന കാണാൻ അതീവ ഭംഗിയുള്ള 3 മരപ്പാവകൾ ഉണ്ടായിരുന്നു. വ്യാപാരി രാജാവിനോട് പറഞ്ഞു, പ്രഭു, ഈ 3 പാവകൾ കാണാൻ ഒരേപോലെയാണെങ്കിലും ഇവയ്ക്ക് 3-ന് 3 വിലയാണ്. ഇതിൽ ഏറ്റവും മൂല്യമുള്ള പാവ ഏതാണെന്നും ഏറ്റവും വില കുറഞ്ഞ പാവ ഏതാണെന്നും നിങ്ങൾ കൊട്ടാരത്തിലെ ആർക്കെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ? അങ്ങനെ കണ്ടുപിടിച്ചാൽ ഈ പാവകൾ ഞാൻ രാജാവിന് സമ്മാനമായി തരും. രാജാവ് കൊട്ടാരത്തിലെ പ്രമുഖരായ പണ്ഡിതന്മാരെയും മന്ത്രിമാരെയും വിളിപ്പിച്ചു. എല്ലാവരും പാവകളെ മാറി മാറി നോക്കി. ഒരേ ഭാരം, ഒരേ നിറം, ഒരേ ഡിസൈൻ, ആർക്കും ഒരു വ്യത്യാസവും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. രാജാവ് തോറ്റുകൊടുക്കാൻ നിൽക്കുമ്പോഴാണ് കൊട്ടാരത്തിലെ ഏറ്റവും ബുദ്ധിമാനായ മന്ത്രി മുന്നോട്ട് വന്നത്. അദ്ദേഹം ഒരു ചെറിയ മെലിഞ്ഞ കമ്പി കയ്യിലെടുത്തു. 1-ാമത്തെ പാവ. മന്ത്രി കമ്പി 1-ാമത്തെ പാവയുടെ ചെവിയിലൂടെ ഉള്ളിലേക്ക് കടത്തി. അത്ഭുതമെന്ന് പറയട്ടെ, ആ കമ്പി പാവയുടെ മറ്റേ ചെവിയിലൂടെ പുറത്തേക്ക് വന്നു. 2-ാമത്തെ പാവ. മന്ത്രി പാവ 2-ാമത്തെ പാവയുടെ ചെവിയിലൂടെ കടത്തിയപ്പോൾ അത് പാവയുടെ വായിലൂടെ പുറത്തേക്ക് വന്നു. 3-ാമത്തെ പാവ. മന്ത്രി കമ്പി 3-ാമത്തെ പാവയുടെ ചെവിയിലൂടെ കടത്തിയപ്പോൾ അത് പുറത്തേക്ക് വന്നതേയില്ല, പകരം പാവയുടെ വയറ്റിലേക്ക് ഇറങ്ങിപ്പോയി. മന്ത്രി ചിരിച്ചുകൊണ്ട് പറഞ്ഞു വ്യാപാരിയോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഇതാണ് ഇതിന്റെ രഹസ്യം. ഇതിൽ 1-ാമത്തെ പാവയാണ് ഏറ്റവും വില കുറഞ്ഞത്, 3-ാമത്തെ പാവയാണ് ഏറ്റവും വിലപിടിപ്പുള്ളത്. വ്യാപാരി അത്ഭുതത്തോടെ തലയാട്ടി സമ്മതിച്ചു. എങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ കാതൽ എന്തെന്ന് അറിയട്ടെ എന്ന് കേട്ടുള്ളൂ. രാജാവ് മന്ത്രിയോട് ഇതിനർത്ഥം ചോദിച്ചു. മന്ത്രി പറഞ്ഞു, മഹാരാജാവേ, ഈ പാവകൾ നമ്മൾ മനുഷ്യരെ പോലെയാണ്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഒരു ചെവിയിലൂടെ കേട്ട് മറ്റേ ചെവിയിലൂടെ കളയുന്ന ആളുകളാണ് 1-ാമത്തെ പാവ. അവർക്ക് നമ്മളോട് ഒരു താല്പര്യവുമില്ല. നമ്മൾ പറയുന്ന രഹസ്യങ്ങൾ കേട്ട് അത് ഉടനെ മറ്റുള്ളവരോട് പോയി പറയുന്ന അപകടകാരികളായിട്ടുള്ള ആളുകളാണ് 2-ാമത്തെ പാവ. ഇവരെ വിശ്വസിക്കാൻ കൊള്ളില്ല. എന്നാൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേട്ട് അത് മനസ്സിൽ സൂക്ഷിക്കുന്ന, വിശ്വസിക്കാൻ കൊള്ളുന്ന നല്ല സുഹൃത്തുക്കളാണ് 3-ാമത്തെ പാവ. അവരാണ് ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത്. ഇനി നിങ്ങൾ പറയൂ, നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ കൂടിയുള്ളവർ ഇതിൽ ഏത് പാവയെ പോലെയാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തൂ.